എന്റെ മുമ്പിൽ അധികാരം സ്ഥാപിച്ചെടുക്കാനും നോക്കണ്ട. എനിക്കൊരു നല്ല കാര്യത്തിന് പോകാനുള്ളതാ. ശകനം മുടക്കി എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുത്. രാധിക, ഇതൊന്ന് അയൺ ചെയ്യണം. ഇതെൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്. എന്നോട് സത്യസന്ധമായ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് താൻ ചെയ്തിരിക്കും. നീ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? വരുൺ പറഞ്ഞതുപോലെ ചെയ്യ്. വരുൺ എന്താണോ നിന്നോട് പറഞ്ഞത് അതുപോലെ ചെയ്യാൻ. അതെ, ഒന്ന് വേഗം വേണം, അർജന്റാ. വരുൺ പോയിട്ട് വാ, ഇതിവിടെ റെഡി ആയിരിക്കും. ചെല്ല്. ഏട്ടത്തി പ്രിയങ്കയോട് ഇത് ചെയ്യാൻ പറ. നിനക്ക് ചെയ്താൽ എന്താ കുഴപ്പം? അല്ല, ഞാനല്ലല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. ഓ, ഇപ്പഴേ വേദം വെക്കലൊന്നും വേണ്ട. നിന്നോടിത് ചെയ്യാനല്ലേ പറഞ്ഞേ? ഓ, ചെയ്യ്, ചെല്ല്. ചൂടൽപ്പം കൂട്ടിയിട്. ഇതിൽ കൂടുതൽ ചൂടാക്കിയ കരിയും. നീയേ ആ ഷർട്ടൊന്ന് കരിച്ചേക്ക്. നിക്കടി. നോക്കാം. അടിപൊളി. ഇനി ഇത് മടക്കി വെക്കണം. വെക്കടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ചോദിച്ചത് കേട്ടില്ലേ? ഈ ഡ്രസ്സ് കരിഞ്ഞത് നിന്റെ കയ്യിൽ നിന്നാണോന്ന്? അതെ, ഞാൻ കരുതിക്കൊട്ട് കരിച്ചതാ. സ്വന്തം ഭാര്യ കൺമുന്നിലുള്ളപ്പോ ഇത്തരം ജോലികൾക്കൊക്കെ അവളെ ആശ്രയിക്കേണ്ടത്, അല്ലാതെ എന്നെയല്ല. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുജത്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ, അല്ലാതെ വേറെ അടിമപ്പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരും കരുതണ്ട. സാർ വരൂ. വരൂ വരൂ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പരമേശ്വരൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല, ഇതുവരെയുള്ള ഡീലിങ്സ് അദ്ദേഹവുമായിട്ടായിരുന്നല്ലോ. അത് കുഴപ്പമില്ല. ഞാനും എൻ്റെ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ട് മാത്രമേ ഫൈനലൈസ് ചെയ്യാറുള്ളൂ. ഇനിയും ഇത്തരം പണികൾ എന്നെ ഏൽപ്പിച്ച ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാം.
ഇതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ സാർ ഐ എം സോറി. നമുക്ക് ആരംഭിക്കാം. സാർ, നമ്മുടെ കോൺട്രാക്റ്റിലെ 1-2 ഡൗട്ടുകൾ ഇവർ ഉന്നയിച്ചിരുന്നു. മിസ്റ്റർ വരുൺ, ഞങ്ങളുടെ ഡൗട്ട്സ് ലാഭത്തിന്റെ വിഹിതത്തെക്കുറിച്ചാണ്. ഞങ്ങൾ പറയുന്ന ഡിമാൻഡ് വരുൺ അംഗീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അത് 10 വർഷത്തിന് ശേഷമാണ് പ്രാക്ടിക്കൽ ആവുക. അത് ഞങ്ങൾക്ക് റിസ്ക്കാണ്. 10 വർഷം സൈലന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരു കമ്പനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സി മിസ്റ്റർ പത്മകുമാർ, ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങളോട് മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഒരുപാടുണ്ടായിരുന്നു. ബട്ട് ഐ പ്രിഫർ യു. അതിന്റെ കാരണം നിങ്ങളുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ്. സോ എഗ്രിമെന്റിലെ എന്റെ നിർദ്ദേശങ്ങളിൽ ഒരല്പം പോലും താഴാൻ എനിക്ക് പറ്റില്ല. പിന്നെ ലാഭവിഹിതത്തിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ലെന്നത് അത് വരണമെന്ന് വിശദീകരിച്ചു തരാമോ? ഞാൻ കരുതിക്കൂട്ടി കരിച്ചതാ.